നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. CKC കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ കുരുക്കുകൾ ഉണ്ടാക്കുക. ബിസിനസ്സിൽ മാത്രമല്ല, കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കാനാ അയാളുടെ തീരുമാനം. ഇപ്പൊ പ്രണവുമായിട്ട് ഗൗതം ഒരു പ്രശ്നത്തിന് നിന്നാ അത് നമ്മളായിട്ട് CKCയെ സഹായിക്കുന്നത് പോലെ ആയിപ്പോവും. അത് തന്നെയാ CKC ആഗ്രഹിക്കുന്നതും. പ്രണവും ഗൗതമും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നത് കണ്ട് അയാൾ സന്തോഷിക്കുന്നത് കണ്ടില്ലേ? ഇനി നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ഈ കുടുംബം തകരുകയുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ ഈ വീടിന് മേൽ വലിയൊരു ബാധ്യത വന്നതിന് നമ്മളും കൂടി കാരണക്കാരാ. അത് നമ്മൾ ഓർക്കാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആദ്യം ചിന്തിക്കേണ്ടത് ഈ വീട് വീണ്ടെടുത്ത് CKCയും ജ്യോതിർമയെയും എങ്ങനെ ഒഴിവാക്കാമെന്നാണ്. ഇക്കാലം അത്രയും ബിസിനസ്സിൽ ഒരു എത്തിക്സ് ഒക്കെ വേണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നവനാണ് ഞാൻ. പക്ഷേ CKC എനിക്ക് തന്നൊരു പാഠമുണ്ട്. ശത്രുക്കളോട് ഒരു എത്തിക്സിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു പാഠം. നീ നോക്കിക്കോ നിധി, ഈ ഗൗതമന് മുന്നിൽ CKCയെ തറപറ്റിക്കാൻ ഒരു എത്തിക്സും ഇല്ല. ചതിക്ക് ചതി, അത് തന്നെയാണ് എന്റെ തീരുമാനം. അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തുരത്തിയിരിക്കും. ഞാൻ തന്നെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എത്ര തവണ ഞാൻ വിളിച്ചതാ, ഫോൺ എടുക്കായിരുന്നില്ല ഒന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ആന്റി വിളിച്ച എമൗണ്ട് ചോദിച്ചേ. വിളിച്ച ഫോൺ എടുക്കുകയില്ല, ഒന്നും പറയയില്ല. എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്ക്. ഈ കുറ്റപ്പെടുത്തലിന്റെ കാരണം എന്താണെന്ന് പ്രണവിന് ഇനി മനസ്സിലായില്ലേ? രണ്ട് കാര്യങ്ങളെ എനിക്ക് മനസ്സിലായത്. ഒന്ന്, ടെൻഡറിന് പോവാൻ നേരം ഒരുമിച്ച് പോവാന്ന് വാശി പിടിച്ചിട്ടും പ്രണവിന്റെ മുന്നില് ഗൗതമന് കീഴടങ്ങേണ്ടി വന്നില്ലേ? അതിന്റെ പക. രണ്ട്, സ്വന്തം ഭാഗത്ത് ഒരുപാട് തെറ്റുകളുള്ള ആളാ. ആ തെറ്റുകൾ മറയ്ക്കാനുള്ളൊരു തന്ത്രം. അതിനാ ഇങ്ങനെ ചാടി കടിക്കാൻ വരുന്നത്. അല്ലാതെ ടെൻഡർ പോയിലുള്ള നഷ്ടം കൊണ്ടാണ് ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടുന്നതാണോ പ്രണവ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്ത് പറഞ്ഞാലും എടുത്ത് പ്രയോഗിക്കുന്നൊരു വാചകമുണ്ടല്ലോ, ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് വാങ്ങിയ ആളാണെന്ന്. ആ ബെസ്റ്റ് ബിസിനസ്മാനാണ് ഇന്ന് ഈ വീടിന്റെ വസ്തുവിന്റെ പ്രമാണം കൊണ്ടേ പണയപ്പെടുത്തിയേക്കുന്നത്. അതിനാർക്കും ഒരു കുഴപ്പമില്ലേ? എന്റെ പ്രണവേ, ഇവിടെ എന്താ ചേട്ടനൊരു ന്യായം, അനിയനൊരു ന്യായം. ദേ, ഇപ്പൊ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അത് വിട്ടുകള പ്രണവേ. എന്തൊക്കെ പറഞ്ഞാലും ആ ടെൻഡർ നഷ്ടപ്പെട്ടു പോയില്ലേ. ആദ്യമായിട്ട് ഞാൻ തനിച്ചു പോയൊരു ബിസിനസ് ഡീലായിരുന്നു. അതിൽ തന്നെ ഞാൻ തോറ്റുപോയില്ലേ. അതിന്റെ ഒരു സങ്കടമുണ്ട് എനിക്ക്. പ്രണവ് തോറ്റുപോയി ആരാ പറഞ്ഞ്? സത്യത്തിൽ ഇതൊരു വിജയമാണ് പ്രണവ്. ആ ടെൻഡറിൽ പ്രണവ് ചിലപ്പോ തോറ്റുപോയിന്നിരിക്കാം. പക്ഷേ എന്റെ മനസ്സിൽ പ്രണവ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജയം നേടിയ ആളായിട്ടാ ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത്. ഇക്കാലം അത്രയും പ്രണവ് ചേട്ടന്റെ അടിമയായിരുന്നല്ലോ, ഇന്ന് രാവിലെ വരെ. പക്ഷെ ഇപ്പൊ അതല്ല. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ച ഒരാളാണ് ഇപ്പൊ എന്റെ പ്രണവ്. ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും, അത് ബിസിനസിന്റെ ഭാഗമാ. പക്ഷെ ഇന്ന് പ്രണവ് ജയിച്ചത് ജീവിതത്തില. അതെ, അതൊരു ചെറിയ കാര്യമല്ല. കളത്തിലിറങ്ങി കളിക്കാതെ ഗാലറിയിലിരുന്ന് ജയിക്കുമെന്ന് വീമ്പളക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഇറങ്ങി കളിച്ചു നോക്കുന്നതും. പ്രണവ് നോക്കിക്കോ, ഈ തോൽവി വരാനിരിക്കുന്ന വിജയങ്ങളുടെ തുടക്കം മാത്രമാ. അതൊന്ന് മനസ്സിലാക്ക്. നോക്ക് പ്രണവ്, പ്രണവിന് ആരുമില്ല എന്നുള്ള ചിന്തയെ വേണ്ട. എന്നും എപ്പോഴും താങ്ങായിട്ട് ഈ ചെക്കനോടൊപ്പം ഞാനും ഉണ്ടാവും. ഒന്ന് ചിരിച്ചേ. ഇനി ഈ സെൽഫ് കോൺഫിഡൻസ് വിട്ടുകളയരുത്. ആത്മവിശ്വാസത്തോടെ തന്റെ അടുത്തോടെ നിൽക്കണം. ജീവൻ തന്ന ഞാനും കൂടെ ഉണ്ടാവും.
ആന്റി രാവിലെ ഇത് എവിടെ പോവാ? ഇവിടെ അടുത്തൊരു അമ്പലമില്ലേ, അവിടെ ഒന്ന് പോവാന്ന് കരുതി. ഇന്ന് രാവിലെ മുതൽ സന്ധ്യ വരെ അമ്പലത്തിൽ ഉപവാസം ഇരുന്ന് ഗൗതമിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരു തോന്നല്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. വ്രതം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും മാറ്റം വരുമെങ്കിലോ? ഞാൻ പോയിട്ട് വരാം മോളെ. വൈകുന്നേരം ഞാൻ തിരിച്ചു വരൂ. പറ്റുമെങ്കിൽ നിനക്ക് തിരിച്ചു വരാതിരിക്കാവോ? പ്രാർത്ഥനയെന്ന് ഉപവാസം എന്നൊക്കെ പറഞ്ഞ് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവളോട് ഇത് പറഞ്ഞിട്ട് പോയാ കൃത്യമായിട്ട് നിർമ്മലാമ്മയുടെ സ്നേഹം ഗൗതമിനെ അറിയിക്കുകയും ചെയ്യുമല്ലോ, അല്ലേ? ആ, അതെ, ഗൗതമിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് നീ തന്നെയാ. നീ എന്ന് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കയറിയോ, അതോടെയാ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്താ ഇവര് രഹസ്യ സംഭാഷണം നടത്തുന്നത്? ഒന്നും അങ്ങോട്ട് കേൾക്കാനും വയ്യല്ല. ഗൗതമിന് സമാധാനം കിട്ടണമെന്നാണ് നിന്റെ ഉദ്ദേശമെങ്കിലേ അതിന് അമ്പലത്തിൽ പോയി ഉപവാസം ഇരിക്കൊന്നും വേണ്ട. നീ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ തെറ്റായി പോയി എന്ന് സ്വന്തം മനസാക്ഷിയോടൊന്ന് പറഞ്ഞിട്ട് സർവ്വതും പെറുക്കി കെട്ടി ഇവിടുന്ന് ഇറങ്ങി തന്നാ മാത്രം മതി. നോക്ക് നിർമ്മലേ, എന്റെ മോനെ ഓർത്ത് നീ ഒരുപാട് അങ്ങ് കണ്ണീര് പൊഴിക്കണ്ട. അവന് വേണ്ടി കരയാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാനുണ്ട്. ഞാൻ മാത്രം മതി. വലിഞ്ഞു കയറി വന്ന നിന്റെ ആവശ്യം ഈ വീട്ടിലില്ല. നീ സ്വയം ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ തൃക്കാലെടുത്ത് വെച്ചതിന് ശേഷം നല്ലതെന്ന് പറയാൻ എന്തെങ്കിലും ഒന്ന് ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ? ഇവിടെ മനസമാധാനം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? അതെങ്ങനെ? ഗൗതമനാണേ ഉറക്കമില്ല. ദേ നിൽക്കുന്നു നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തി. അവളുടെ മനസ്സ് ഉരുകുന്നുണ്ടെന്ന് എനിക്കറിയാം.